അവസാന നിമിഷം ലക്നൌവിനെ പിടിച്ചു കെട്ടാനാവാതെ മുംബൈ ഇന്ത്യൻസ് 12 റൺസിൻ്റെ തോൽവിയാണ് മുംബൈ ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. അങ്ങനെ ലക്നൗ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൗ 203 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ സ്വന്തമാക്കാനായത്. അവരുടെ തുടക്കം തന്നെ നല്ല രീതിയിൽ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മിച്ചൽ മാർഷലും അതുപോലെ മാർക്കം അവർ രണ്ടുപേരാണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. അവരുടെ ഒരു വെട്ടിക്കെട്ട ബാറ്റിംഗ് തന്നെ ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. മിച്ചൽ മാർഷൽ 60, മാർക്കം 53 റൺസാണ് സ്വന്തമാക്കിയത്. നിക്കോളാസ് പൂറം 12 റൺസാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് വന്ന പഡോണി 30 റൺസ് സ്വന്തമാക്കി. മില്ലർ 27 റൺസാണ് എടുത്തത്. അങ്ങനെ ടോട്ടൽ 203 റൺസ് 20 ഓവറിൽ മുംബൈക്കെതിരെ സ്വന്തമാക്കാനായിട്ട് ലക്നൌവിനായി. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് തുടക്കം തന്നെ പാളുന്ന കാഴ്ചയായിരുന്നു. ഒരു രോഹിത് ശർമ്മ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ആകെ കളിച്ചത് സൂര്യകുമാറാണ്. എടുത്തു പറയേണ്ടത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ബാറ്റിംഗ് തന്നെയാണ്. അദ്ദേഹം 67 റൺസാണ് സ്വന്തമാക്കിയത്. ഒരു 6ഉം 9 4ഉം അടക്കമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ്. പിന്നെ തിലക് വർമ്മ 25 റൺസ് സ്വന്തമാക്കി. ഹാർദിക് പാണ്ഡ്യ 28. ഹാർദിക് പാണ്ഡ്യ ഒന്ന് പൊരിച്ചു നോക്കി 12 റൺസ് അകലെ മുംബൈയുടെ ബാറ്റിംഗ് അവസാനിക്കുന്ന കാഴ്ചയാണ് 20 ഓവറിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ 12 റൺസിന് വിജയം ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കി. അങ്ങനെ മുംബൈനെ തോൽപ്പിച്ച് ലക്നൗ പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈ അവരുടെ താഴെയാണ്. 7ാം സ്ഥാനത്താണ് മുംബൈ. 2 പോയിന്റ് മാത്രമാണ് മുംബൈക്ക് ഉള്ളത്. 2 ജയവുമായിട്ട് ലക്നൌവിന് 4 പോയിന്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നാളത്തെ മത്സരം വരുന്നത് ചെന്നൈ ഡൽഹിനെയാണ് ആദ്യത്തെ മത്സരം നേരിടുക. രണ്ടാമത്തെ മത്സരം വരുന്നത് പഞ്ചാബ് രാജസ്ഥാനായിട്ടാണ് രണ്ടാമത്തെ മത്സരം വരുന്നത്. അപ്പോൾ നാളെ 2 തീ പകർന്ന പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തോട്ട് കാണാം. ബൈ.